മഴ തോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബാലചന്ദ്രൻ അവരോട് പറയുന്നു, ഈ പണം എനിക്ക് ആവശ്യമൊന്നുമില്ല, പക്ഷേ അവൾ എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ എൻ്റെ മക്കളുടെ അമ്മയായിട്ട് എൻ്റെ കാൽച്ചോട്ടിൽ അവൾക്ക് എടുക്കുമ്പോൾ ഈ പണം നിങ്ങൾക്ക് തിരിച്ചു തരും. എനിക്കൊരാളുടെയും പണവും വേണ്ടാന്ന് പറയും. ഇത് അവൾ അഹങ്കാരി ആയതുകൊണ്ടാണെന്ന് പറയും. ഇതുകൊണ്ട് ബാലചന്ദ്രൻ എന്താ നേട്ടം എന്ന് ചോദിക്കും. നിങ്ങളിത് അവളോട് ചെന്ന് പറയുമ്പോഴേ അവൾ നീറിപ്പുകയണം, പെടയണം. പകയും ഈ ദേഷ്യവും അമർഷവും കലിയും കൊണ്ട് ആ ബെഡിൽ അവിടെ കിടന്ന് പൊളയുന്നത് എനിക്ക് മനസ്സുകൊണ്ട് കാണണം. കാരണം അങ്ങനെയെങ്കിലും എനിക്കൊരു സമാധാനം വേണ്ടേ ശിവേട്ടാന്ന് ചോദിക്കും. അപ്പോൾ അവരൊന്നും മിണ്ടില്ല. അപ്പോഴത്തേന് അലീന ജ്യൂസും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ പെങ്ങളെ മോളുണ്ടാക്കിയതല്ലേ, കുടിക്ക് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് സഹോദരനും സഹോദരിയും കൂടെ, അതായത് ബബിതയും രോഹിത്തും കൂടെ അങ്ങനെ മുറിയിൽ നിന്ന് ചർച്ച ചെയ്യുന്നത്. അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭ്രാന്ത് വരുന്നുണ്ട്. അമ്മ ഒന്ന് വന്നാൽ മതിയായിരുന്നു, വേറെ വീടെടുത്ത് നമുക്ക് താമസം മാറാമല്ലോ. അവളുടെ കൺട്രോളിലുള്ള ഈ വീട്ടിൽ എനിക്ക് നിൽക്കാൻ തന്നെ തോന്നുന്നില്ല എന്ന് ബബിത പറയും. നമുക്ക് നമ്മുടെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കാം, അവളെ മൈൻഡ് ചെയ്യണ്ട. അവൾ തരുന്ന ഭക്ഷണത്തിൽ തുപ്പാൻ തോന്നുന്നുണ്ട് എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യണം അവളെ ഇവിടെ നിന്ന് ഓടിക്കാനായിട്ട്. നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടായി നിൽക്കണം. അങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഓരോരോ കുറ്റങ്ങൾ ഇങ്ങനെ അലീനനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ആ സമയത്ത് കൃഷ്ണമോളെ പറഞ്ഞയക്കിന് ബബിതനെയും രോഹിത്തിനെയും വിളിക്കാൻ വേണ്ടി അമ്മാവന്മാർ. അപ്പോൾ ഇവർ കുറ്റം പറയുന്നത് കേട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ കൃഷ്ണമോളെ കണ്ടപ്പോൾ രോഹിത്ത് നിർത്തും. ഒരു ചെറിയ ചിരി ചിരിക്കും. ഞാൻ കേട്ട് നിങ്ങൾ പറയുന്നത്. ഇപ്പോഴും നിങ്ങളെ സാമർത്ഥ്യത്തിന് നിങ്ങളുടെ അഹങ്കാരത്തിനൊന്നും ഒരു ഒതുക്കില്ലല്ലേ? അലീന ചേച്ചി തരുന്ന ഭക്ഷണത്തിൽ നിങ്ങൾക്ക് തുപ്പണോ അല്ലേ? വേറെ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യണം പറയും. ഞാൻ താഴ്ത്തിയെന്ന് പറയാമെന്ന് പറയും. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും ബബിത. അമ്മാവന്മാർ നിങ്ങളെ വിളിക്കുന്നു, എന്തോ പറയാനാണെന്ന്. വിളിച്ചോടത്തോളം കൊണ്ടുപോയിടത്തോളം മതി, ഇനി എന്ത് പറയാനാണെന്ന് പറയും. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെന്ന് പറയണമെന്ന് ചോദിക്കും. വേണ്ട, ഞങ്ങൾ വരാമെന്ന് പറയും. ഞങ്ങൾ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരല്ലേ ഇതൊക്കെ വേണ്ടു, അത് കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ വീട്ടിലേക്ക് മാറും. അതോടുകൂടി നിങ്ങളുടെ കാര്യം കട്ടപ്പോകുകയായിരിക്കുള്ളൂ. അമ്മയുടെ ശമ്പളം തന്നെ വേണ്ടി വരും. നിങ്ങളുടെ ഡ്രസ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണം, ഫീസ്, നിങ്ങളുടെ കാര്യങ്ങൾ, ലൈഫ് ഇൻഷുറൻസ്, ഈ കറണ്ട് ബില്ല്, അത് വാട്ടർ ബില്ല്, എന്തെല്ലാം കാര്യങ്ങൾ അമ്മ ചെയ്യണം. ഈ വീട്ടിലമ്മയ്ക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല സുഖമായിരിക്കും അതെല്ലാം കൂടി കിട്ടുമ്പോൾ. ശരി മക്കൾ ചെല്ലിട്ടാന്ന് പറയും. നീ പൊക്കോ, ഞങ്ങൾ വരാമെന്ന് പറയും. വാ പോകഞ്ഞി, അല്ലെങ്കിൽ ഇപ്പം അത് മതിയാവും എന്ന് പറഞ്ഞ് രോഹിത് എഴുന്നേറ്റ് പോകും. അങ്ങനെ കൃഷ്ണമോള് വീണ്ടും മുകളിലേക്ക് ഒന്ന് നല്ലോണം സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും വരും. രണ്ടുപേരോടും കൂടി പറയുന്നുണ്ട്, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അച്ഛൻ്റെ വാക്ക് കേട്ടും കഴിഞ്ഞിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിയാൻ നിങ്ങളോട് ഞങ്ങൾ പറയുന്നത്. നല്ല രീതിയിൽ നല്ല മക്കളായിട്ട്, അല്ലാണ്ട് അമ്മയുടെ അഹങ്കാരം പോലെ ആവരുത് നിങ്ങളുടെ കാര്യങ്ങൾ, മനസ്സിലായില്ലേ? അമ്മയുടെ താളത്തിനൊത്ത് തുള്ളിയും കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കൊള്ളാക്കരുത് എന്ന് അമ്മാവന്മാർ പറയുന്നു. അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല രോഹിത്തിനും ബബിതയ്ക്കും. രണ്ടുപേരും 2 മിനിറ്റ് കേട്ടിക്കും. അതിനുശേഷം രണ്ടുപേരും അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോകണം. ബാലചന്ദ്രൻ പറയണ്ട, ആരോട് പറയാനിതൊക്കെ, എന്ത് കാര്യം, ഒരു കാര്യമില്ല എന്ന് പറയും. എന്നിട്ട് പിന്നെ നമ്മുടെ അലീന ആ ഹാളിൽ തന്നെ, ബബിത ഹാളിൽ ടി വിയിൽ എടുത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അലീന ലൈം ജ്യൂസ് ആയിട്ട് ചെല്ലും. ഇന്ന ലൈം ജ്യൂസ് എനിക്ക് വേണ്ടാന്ന് പറയും. ഞാൻ ഉണ്ടാക്കിയാരണോ? ഇപ്പം ഉണ്ടാക്കിയാണ് നമ്മുടെ ജ്യൂസറിൽ എന്ന് പറയും. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേടി എന്ന് പറയും. ഞാനാണ് ഈ വീട്ടിലെ അടക്കളക്കാരി, അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാണ്ട് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഒറ്റയടിക്ക് ആ പാത്രവും ഗ്ലാസും തട്ടി തെറിപ്പിക്കുന്നു. അപ്പം ബാലചന്ദ്രനും എല്ലാവരും ഒച്ച കേട്ട് ഇങ്ങനെ ഞെട്ടി. എന്താ ലീന എന്ന് ചോദിക്കും. ഒന്നും മിണ്ടൂല ലീന. അമ്മാവന്മാർക്കും കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു. ജ്യൂസുമായി ചെന്നാൽ ലീനനെ ആട്ടി ഓടിച്ചതിന് ബബിത എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഗ്ലാസ് തറയിൽ പൊട്ടി കിടക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കും. അപ്പോൾ അലീന ഒന്നും മിണ്ടില്ല. ഞാനേ തട്ടിയെറിഞ്ഞാണെന്ന് ബബിത പറയും. എന്തിനെന്ന് ചോദിക്കും. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞതെന്ന് പറയും. എന്നിട്ട് അവൾ പറയാൻ, ഞാനാണ് ഈ വീട്ടിലെ അടക്കളക്കാരി, അവൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വരുന്നു. ശരിയല്ലേ അവൾ പറഞ്ഞത്? അവൾ തന്നെയല്ലേ ഈ വീട്ടിൽ പാചകം ചെയ്യുന്നത്. അപ്പോൾ അവൾ വയ്ക്കുന്ന ഭക്ഷണം നീ കഴിക്കേണ്ടി വരും എന്ന് പറയും. എന്നിട്ട് മര്യാദയ്ക്ക് ബബിത വേഗം അടുക്കളയ്ക്ക് പുറത്തേക്ക് പോകാൻ പോകും. നീ എവിടെ പോണ്? നീ ഇതൊക്കെ അടിച്ച് വൃത്തിയാക്കി ഗ്ലാസ്സൊക്കെ പറക്കി ഈ ഹാളൊക്കെ തുടച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. എന്നെ കൊണ്ട് പറ്റില്ല എന്നറിയും. അപ്പോൾ കൃഷ്ണമോളോട് പറയുന്നത്, കൃഷ്ണമോളെ പോയി ആ ചൂരിലെടുത്തുണ്ടായോ എന്ന് പറയും. ഇവളെ മര്യാദ പഠിപ്പിക്കാനൊക്കെ എനിക്കറിയാമെന്ന് പറയും. കൃഷ്ണമോളത് കേട്ട പടി തന്നെ ചൂരിലെടുക്കാനായിട്ട് പോകും. അപ്പോൾ നമ്മുടെ രാജീവൻ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ബബിത അതൊക്കെ വൃത്തിയാക്കിക്കോ, ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് വരെ നിന്നെ അടിക്കാൻ തോന്നുന്നുണ്ട്, അഹങ്കാരം പെൺപിള്ളേർക്ക് അത്രയ്ക്ക് നല്ലതല്ലട്ടാന്ന് പറയും. അങ്ങനെ അമ്മാവന്മാരും കൂടി കുറ്റപ്പെടുത്തിയപ്പോൾ വേഗം താഴെ കുനിഞ്ഞിരുന്ന് കഴിഞ്ഞിട്ട് ഗ്ലാസ്സൊക്കെ പറക്കണം. അപ്പോൾ അതിനിടയ്ക്ക് അലീനനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്.
അലീനോടുള്ള ദേഷ്യമാണ് അതിലുണ്ടായിരുന്നത്. പിന്നീട് കഞ്ഞിവെള്ളം മറ്റോ കളയാൻ വേണ്ടിയിട്ട് ഗാർഡനിലേക്ക് പോകുന്നുണ്ട് അലീന. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനു വരുന്നുണ്ട്. മനു വരുമ്പോൾ വലിയൊരു കവർ നിറച്ച് മീൻ കൊണ്ടുവരുന്നത്. എന്തത് മീൻ? അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതായിരുന്നു എന്ന് പറയും. അത് സാരില്ല, കട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എന്ത് മീനാ? കടൽ മീൻ. പേരൊന്നും ഞാൻ ചോദിച്ചില്ല എന്ന് പറയും. ഇത് നീ കൊണ്ടുപോയി കറിയും വെക്കണം, വറക്കണം, ഫിഷ് മോളി ഉണ്ടാക്കി ഡൈനിങ് ടേബിളിലേക്ക് എത്തിക്കണം കേട്ടോ എന്ന് പറയും. ഓ അത് ശരി എന്ന് പറയും. കട്ട് ചെയ്തതും നന്നായി, അല്ലെങ്കിൽ എനിക്ക് ഇരട്ടിപ്പണി ആയേനേന്ന് പറയും. അത് തന്നെയാണ് ഞാൻ അത് വൃത്തിയാക്കി തരാൻ പറഞ്ഞതെന്ന് പറയും. എന്നിട്ട് അത് മീനും മേടിച്ച് അലീനെ ചിരിച്ചു കൊണ്ട് പോകും. മനു നമ്മുടെ അലീനയെ സന്തോഷത്തോടെ പോകുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഒരുപാട് അകലെത്തുമ്പോൾ അലീന ഒന്നും കൂടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഡൈനിങ് ടേബിളിൽ നിരന്നിരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. രോഹിത്തും ബബിതയുണ്ട് അതിൽ, അമ്മാവന്മാരും ഉണ്ട്. അപ്പം അലീന ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ നല്ല രസത്തോടെ സന്തോഷത്തോടെയൊക്കെ അമ്മാവന്മാർ കഴിക്കുന്നുണ്ട്. എല്ലാവരുടെയും വയറൊക്കെ നിറയുന്നുണ്ട്. കൃഷ്ണമോളും അലീനയും എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പം അലീനോട് മനു പറയുന്നുണ്ട്, അലീന നല്ല ഫുഡായിട്ടുണ്ട് കേട്ടോ, വയറ് നിറഞ്ഞു എന്ന് പറയും. അമ്മാവന്മാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്, നല്ല സന്തോഷത്തോടെ തന്നെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് അലീന ചേച്ചിക്ക് ഞാനും കൂടി അടുക്കളയിൽ സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെയും കൂടി പുകഴ്ത്തണം എന്ന് പറയും. അയ്യോടി സോറി ഞാനത് മറന്നു എന്ന് പറയും. പിന്നെ ബാലചന്ദ്രനും ഓരോരുത്തരായിട്ടൊക്കെ എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് അമ്മമാർ വീണ്ടും പറയും, ബാലേന്ദ്ര ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഇനിയെല്ലാം നിൻ്റെ ഇഷ്ടമാണ്. നിനക്ക് 4 പെൺമക്കളാണ്, 4 മക്കളുണ്ട്. അതിൽ 3 പെണ്ണും ഒരാണുമാണ്. അവളോടുള്ള വൈരാഗ്യത്തിന് തീർക്കാനുള്ളതല്ല നിൻ്റെ ജീവിതം എന്നുകൊണ്ട് നീ ആലോചിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഇനി നിങ്ങൾ പകുതി ജീവിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുന്നു പറയും. അപ്പം പിന്നെ മനു പറയും, വെറുതെ എന്തിനാ ചെറിയച്ച ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി വാക്കുകൾ പറയുന്നതൊക്കെ വൈരാഗ്യത്തിലേക്ക് ഇടവരുത്തും, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ പോകാൻ നോക്കുമെന്ന് പറയും. അങ്ങനെ രാജീവനും ശിവനൊക്കെ മനുവിനോട് യാത്ര പറഞ്ഞു അല്ല ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞു പോണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടെന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ കൃഷ്ണമോളും അലീനയൊക്കെ ഭക്ഷണം കഴിച്ച് രണ്ടുപേരും അവിടെ നിന്നൊക്കെ എഴുന്നേൽക്കണ്. അലീന ഡൈനിങ് ടേബിളൊക്കെ വേഗം വൃത്തിയാക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ ഭക്ഷണം കഴിഞ്ഞോ എന്ന് ചോദിക്കും. മനു ചോദിക്കാം കഴിഞ്ഞു, ഇനി ആരും വരാനുണ്ടോ? ഇല്ല എന്ന് പറയും. കൃഷ്ണമോളോട് അവിടെ ഇരിക്കാൻ പറയും മനു. ഞങ്ങളുടെ കൃഷ്ണമോൾ അവിടെ ഇരിക്കും. അതിനുശേഷം അടുക്കളയിൽ നിന്ന് നമ്മുടെ അലീനയും വരുന്നുണ്ട്. അപ്പോൾ പറയും എന്താന്ന് പറയും. ബബിതയും രോഹിത്തും ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ഇടഞ്ഞു നിൽക്കണല്ലോ, അവരെ ഒന്ന് നേരെ വഴിക്കാക്കാൻ എന്താ ചെയ്യുക? അപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഒന്നില്ലെങ്കിൽ അവർ നമ്മുടെ വഴിക്ക് വരണം, അല്ലെങ്കിൽ നമ്മൾ അവരെ വഴിക്ക് പോകണം എന്ന് പറയും. നമുക്കെന്തായാലും അവരെ വഴിക്ക് പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മളെ വഴിക്ക് അവരെ കൊണ്ടുവരാൻ നോക്കണം എന്ന് പറയും. അത് എളുപ്പമല്ല. അച്ഛനും അമ്മയും ഇങ്ങനെ നിൽക്കുന്നിടത്തോളം അവരത് സ്വാതന്ത്ര്യമായിട്ടാണ് കാണുന്നത്. കാരണം അച്ഛനും ഉപദേശിക്കാൻ പറ്റില്ല, അമ്മയും ഉപദേശിക്കാൻ പറ്റില്ല. രണ്ടുപേരും ഉപദേശിച്ചിരുന്ന കാലത്ത് തന്നെ അവർ അഹങ്കാരത്തോടെയാണ് നടന്നിരുന്നത്, ശ്രദ്ധിച്ചിരുന്ന സമയത്ത്. ഇപ്പം രണ്ടുപേരും 2 വള്ളത്തിലായതുകൊണ്ട് തന്നെ ഒരിക്കലും അത് നടക്കാനും പോണില്ല എന്ന് പറയും. പിന്നെ നമ്മൾ എന്നാ ചെയ്യും എന്നിങ്ങനെ മനു ചോദിക്കുന്നത്. അതിങ്ങനെ മനുവേട്ട പറഞ്ഞത്, അവർ രണ്ടുപേരും നമ്മളനുസരിക്കില്ല, എന്നെ ഒട്ടും അനുസരിക്കില്ല. എന്നെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഞാൻ അവരെ ശത്രുവാണ്, അച്ഛൻ്റെ മകളല്ലേ. അപ്പോൾ പിന്നെ അവർ എന്നെ അനുസരിക്കുമോ? ഭക്ഷണം തന്നെ കഴിക്കാൻ വന്നത് വേണമെങ്കിൽ ഒരു പക്ഷേ ഇവരെ പേടിച്ചിട്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യും? ഈ പ്രശ്നങ്ങൾക്ക് ഒരു പോം വഴി എന്ന് ചോദിക്കുന്നു. എന്താ പറയുക, പ്രശ്നങ്ങൾക്ക് ഒരു പോം വഴി ഇല്ല എന്ന് പറയുന്നത്. അങ്ങനെ ആയാൽ ശരിയാവില്ലല്ലേ, ഇവരുടെ ജീവിതം അങ്ങനെ തകർന്നു പോകില്ലേ? ബബിതയും രോഹിത്ത് എവിടെയെന്ന് ചോദിക്കും. അവർ അമ്മയുടെ മുറിയിലെന്ന് കൃഷ്ണമോൾ പറയും. ഈ പ്രശ്നത്തിന് ആകെ ഒരു പരിഹാരമുള്ളൂ, അത് ഞാൻ പറയട്ടെ അലീന എന്ന് പറയും. പറയ് എന്ന് പറയും. മനുവേട്ടൻ പറയാന്ന് പറയും. ആൻറ്റി അറിയണം, നീ ആൻറ്റീൻ്റെ മോളെന്നുള്ള കാര്യം എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അലീന ആകെ ഞെട്ടും. അപ്പോൾ പറയും, അയ്യോ അങ്ങനെ പറഞ്ഞാൽ ആകെ ഒരു വിഗ്രഹം, അതായത് ഒരു ഗ്ലാസ് തകർന്ന് താഴെ വീഴുന്ന പോലെ ആവും മാഡം എന്ന് പറയും. മനസ്സിൽ ഇത്രയും നാളും കെട്ടിപ്പൊക്കിക്കൊണ്ട് നടന്നിരുന്ന അഭിമാനമൊക്കെ എന്നെ തകർന്നു പോകാം. മാത്രമല്ല അത് അച്ഛൻ അറിഞ്ഞിട്ടും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയും. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് കൃഷ്ണമോളും പറയും. കാരണം അത്രയ്ക്ക് അഹങ്കാരത്തോടെ തലയെടുപ്പോടുകൂടി ബാലചന്ദ്രൻ്റെ മുന്നിൽ നിന്നതല്ലേ. ഇപ്പം ആൻറ്റീനെ സ്വന്തം മോളെന്ന് പറയുമ്പോൾ ആകെ തകർന്ന് തരിപ്പണായി പോകുമെന്ന് പറയും. പിന്നെ എന്നാ ഒരു വഴി, എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ഇതല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗ്ഗമില്ല. അമ്മ ഇവിടുന്ന് എവിടെയെങ്കിലും ഓടിപ്പോകുമെന്ന് പറയും. ഒരുത്തിലേക്ക് ഓടിപ്പോവില്ല, ശരീരം മുഴുവൻ പ്ലാസ്റ്റർ കിട്ട് അടിയെല്ലാം പൊട്ടി മിണ്ടാൻ പറ്റാണ്ട് കിടക്കുന്ന ആ അവസ്ഥയിൽ ഇപ്പം ഈ സത്യം പറഞ്ഞാൽ ഒരിക്കലും ആരും ഒരിക്കലും ഓടില്ല. അഹങ്കാരം കൊണ്ട് മത്ത് പിടിച്ചിരിക്കുന്ന ആളല്ലേ,
ശരിക്കൊരു കൊട്ട് കൊടുക്കണം. ഇതറിയണം എന്ന് തന്നെയാണ് ഞാൻ പറയണത്. അമ്മ അപ്പം നമ്മുടെ മനു പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഒരു കാര്യമുണ്ട്, ബാലചന്ദ്രൻ അങ്കിള് ഇതറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് വിഷമമായിരിക്കും. വിഷമല്ല, അവർക്ക് നാണക്കേടും അഭിമാനവും ഒക്കെ, അവരഭിമാനത്തിനൊക്കെ ക്ഷതം സംഭവിച്ച പോലെ ഇത്രയും നാളും പൊക്കിക്കൊണ്ട് നടന്നിരുന്ന പ്രൗഢിയും ഒക്കെ അങ്ങോട്ട് തകർന്നുടഞ്ഞ് വീഴും. പക്ഷേ ഇതല്ലാതെ ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനൊരു മാർഗവും കാണില്ല എന്ന് പറയും. അപ്പം അലീന പറയുന്നുണ്ട് അച്ഛൻ സമ്മതിക്കുമോ? അച്ഛൻ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അച്ഛൻ എന്താ പറയാന്നറിയാം. അച്ഛൻ പിന്നെ അമ്മേനെ കൂടെ ജീവിക്കില്ല. ഒന്നില്ലെങ്കിൽ അച്ഛൻ ഡിവോഴ്സ് ചെയ്യും, അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവിതം അവസാനിപ്പിക്കും. അതും പ്രശ്നം തന്നെയാണെന്ന് പറയും. അപ്പം പിന്നെ എന്തൊരു മാർഗം എന്നിങ്ങനെ മനു ഇങ്ങനെ ചിന്തിക്കണേ. എന്തായാലും മനു നമ്മുടെ വൈജയന്തിനെ, അലീനയുടെ വൈജയന്തിനെ മുന്നിൽ കൊണ്ടു നിർത്താനോ സ്വന്തം മോളോടൊന്ന് പറയാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് മനു ശ്രമിക്കുന്നത്. മനുവിൻ്റെ തീരുമാനം ആ വീട് നന്നാവാൻ വേണ്ടിയിട്ടാണ്. അതായത് വൈജയന്തി അത്രയധികം താഴ്ന്ന് ഈ വീട്ടിലേക്ക് വന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് മനുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. മനു തൻ്റെ തീരുമാനം അലീനോട് പറയുമ്പോൾ അലീന ആകെ പേടിച്ച് നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.